ചിന്ത അങ്ങനെ വരാൻ പാടില്ല. അങ്ങനത്തൊരു ചിന്ത. അപ്പൊ എന്തായി മൂത്തോള പുതു വന്നിട്ട് കേൾക്കുന്ന മൂത്തോനെ ഇളയാണ്ടിന് നിന്റെ പെങ്ങളെ മോളെ മുണ്ടീനി എങ്ങനെ പെങ്ങ. അപ്പൊ നീ സത്യം പറയണം, കളവ് പറയാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നത്. നീ നിന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി കളവ് പറയാൻ പാടില്ല, സത്യമേ പറയാവൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു. അല്ലാഹു നമുക്ക് നല്ലത് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. അപ്പൊ അതേപോലെ തന്നെ കുടുംബ അല്ലാഹുവിന്റെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിനക്ക് ദീർഘായുസ് വേണോ, നിന്റെ കച്ചവടത്തിന് റിസ്കിന് ബർക്കത്ത് വേണോ, നിന്റെ ജോലിയിൽ ബർക്കത്ത് വേണോ, നിന്റെ ബിസിനസ്സിന് ബർക്കത്ത് വേണോ, നിന്റെ വീട്ടിൽ ബർക്കത്ത് വേണോ, حبيبنا رسول الله من يريد أن يبسط في رزقه وينسع له في أثره. നിങ്ങൾ ആരെങ്കിലും ആയുസ് കിട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കുറെ കാലം ജീവിക്കണോ, നിങ്ങൾക്ക് ആയുസുണ്ടാ എങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് വേണം. കച്ചവടം കുറഞ്ഞെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, മറ്റോ പൊടി കുറഞ്ഞതായിരിക്കും. ഇപ്പൊ പൊടിയല്ലേ, വേറൊന്നില്ല, വേറെ പൊടി. ഇപ്പൊ എല്ലാവർക്കും പൊടി. എനക്ക് കഴിഞ്ഞ കൊല്ലം പൊടി എനക്ക് കഴിഞ്ഞ കൊല്ലം ഞാൻ നല്ല ഉഷാറുണ്ടായി. ഇത്രല്ല ഈനെക്കാട്ടി അപ്പുറം ഇല്ലേ, നോ സ്റ്റോപ്പ് വാളിലാണ് യഥാർത്ഥ സത്യം പറയാം. എന്റെ സൂര്യൊക്കെ കുറഞ്ഞ് പൊടി. പക്ഷെ അത് അല്ലാഹുവിന്റെ മഹാന്മാരെ ബർക്കത്തോട് അപ്പൊക്കെ പറഞ്ഞു മാത്രം ഇട്ടെന്നെ അപ്പന്നെ ഞാൻ ഛർദിച്ച് അന്ന് രാത്രി അന്ന് മഗ്‌രിബ് നിസ്കാരം തെറ്റി, ഇശാ നിസ്കാരം തെറ്റി. അപ്പൊ എന്റെ ഉസ്താദാണ് മുദരിസായിട്ടുള്ള അപ്പൊ ചൊല്ലി നീ നിസ്കാരം തെറ്റുന്നേ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരു ഇസ്മിന്റെ ആളടുത്ത് പോയിട്ട് നോക്കുമ്പോൾ പൊടിയെന്ന് എന്റെ വീട് തിരിഞ്ഞു, അപ്പന്റെ തിരിഞ്ഞു, വീടും തിരിഞ്ഞു കിടത്തത്തിലാവണ എന്ത് ഉപദ്രാക്കിയിട്ടില്ല. പള്ളിന്റെ പണി നല്ല ഉള്ള തുറന്ന് പറയുന്നു മാത്രമേ സത്യം പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വളർന്നില്ല, ഇപ്പൊ ഒരാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അതേപോലെ ഞാൻ പള്ളിയിലും തുറന്ന് ചെന്ന് പണി പോയെങ്കിലോ ഇല്ല തുറന്നു ചെന്ന് എന്റെ മതി ഒന്നല്ല, ഇല്ല തുറന്ന് ചെന്ന് സത്യം തുറന്ന് പറയുന്നു. അത് തല പറയുന്നു.